വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈലിലെ ഒരു മീനിൻ്റെ തലക്കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഒരു 7 കിലോ മീനിൻ്റെ തല ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. 700 ഗ്രാമോളം ഉണ്ട്. കോട്ടയം സ്റ്റൈലിൽ ഞങ്ങൾ ഇങ്ങനെയാണ് കറി വെക്കുന്നത്. പിന്നെ ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ചുമന്നുള്ളി, ഇല്ലാത്തതും കൊണ്ടാണ് ഞാൻ സവാള ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് പുളി, അവനവൻ്റെ ഇഷ്ടം പോലെ. ഇത് പുളി നേരത്തെ തന്നെ ഉപ്പ് വെള്ളത്തിലിട്ട് ഒരു 30 മിനിറ്റെങ്കിലും കുതിർത്തെടുക്കണം. പിന്നെ നമ്മുടെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണും, സാധാരണ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണും, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂണും, വെളിച്ചെണ്ണ, ആവശ്യത്തിന് കടുക്, ഉലുവ, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഞാൻ മീനിൻ്റെ ചട്ടിയിൽ വെളിച്ചെണ്ണ തൂത്ത് വെച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ടാണ്. മീൻ കഷ്ണങ്ങൾ അതിലേക്ക് പുളിയും ഇട്ട് നന്നായിട്ട് ലെയർ ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്യുക. ഈ ലെയർ ചെയ്തതിലേക്കാണ് ഞാൻ മുളകും പൊടിയും പൊടികളെല്ലാം കൂടെ മൂപ്പിച്ച് അതിലേക്ക് ചേർക്കുന്നത്. എണ്ണ ചൂടാക്കുക, ഉലുവ ഇടുക. ഉലുവ പൊട്ടിയതിന് ശേഷം സാധാരണ പോലെ കടുകിടുക. കടുകും കൂടെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാണ് ടിപ്പിക്കൽ കോട്ടയം രീതിയിൽ വെക്കുന്നത്. അതുപോലെ ഒരിക്കലും കോട്ടയം സ്റ്റൈലിൽ വെക്കുമ്പോൾ ആ മീനിൻ്റെ കണ്ണ് ഒരിക്കലും എടുക്കത്തില്ല. കണ്ണ് റിമൂവ് ചെയ്തിട്ടേ വയ്ക്കത്തുള്ളൂ. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സാമൺ ഫിഷാണ്. പിന്നെ ഈ വഴറ്റുന്ന ഇതിലേക്ക്, ഇത് ഓപ്ഷണലാണ്, നമുക്ക് 2 പച്ചമുളകും കൂടെ വേണമെങ്കിൽ ഇതിലേക്ക് സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മുളകിൻ്റെ മസാല ചേർക്കുന്നത്. പിന്നെ ഏത് തരത്തിലുള്ള മീൻകറി വെക്കുമ്പോഴും നല്ല രുചിയായിട്ട് മീൻകറി വെക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു പ്രാവശ്യം നന്നായിട്ട് തിളച്ചതിന് ശേഷം 10 മിനിറ്റിനുള്ളിൽ മീൻ കുക്ക് ചെയ്ത് വരും. രണ്ടാമത്, മീനിൻ്റെ കഷ്ണങ്ങൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം. ഇപ്പം നമ്മുടെ ഉള്ളി, മുളക് എല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് തീ കുറച്ചതിന് ശേഷം ഈ മുളകിൻ്റെ മസാല ഇതിലേക്കിട്ടിട്ട് സിമ്മേ തന്നെ ആയിരിക്കണം. ഒരിക്കലും ഇത് കരിഞ്ഞു പോകാൻ ഇടയാക്കരുത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. മീൻകറി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് മീൻകറിക്ക് രുചി നൽകുന്നത്. ഇനി ഇതിലേക്ക് ഈ മസാല മൂത്ത് വന്നു. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു. ഈ വെള്ളം ഒഴിച്ച ഈ മിശ്രിതമാണ് ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ദേശത്തൊക്കെ ഈ തലക്കറി വെക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം, എന്തുമാത്രം ചാറ് വേണമെന്നുള്ളത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ശ്രദ്ധിക്കുക. ആദ്യത്തെ തിള വന്നതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ആ 10 മിനിറ്റ് കൊണ്ട് കറക്റ്റ് നമ്മുടെ മീൻകറി വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. മീൻ തല കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.